ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമക്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ അഫിലിയേറ്റഡ് കോളേജിലേക്കുള്ള ഡിഗ്രി അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലെയാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. നിങ്ങളെല്ലാവരും നോക്കിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുക. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ 2023-24 വർഷത്തേക്കുള്ള ഡിഗ്രി പ്രവേശനത്തിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻ്റ് ആണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ, അപ്പോൾ SC ST OEC OBC കമ്മ്യൂണിറ്റിയിലുള്ള വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ 125 രൂപ മാൻഡേറ്ററി ഫീ അടക്കാം. അതേപോലെ മറ്റുള്ളവരാണെങ്കിൽ 510 രൂപ മാൻഡേറ്ററി ഫീസ് അടച്ചിട്ട് അഡ്മിഷന് ഉറപ്പാക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു വെബ്സൈറ്റിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയാണ് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളതെന്ന് അറിയാൻ പറ്റും. അപ്പോൾ മാർക്കുള്ള കുട്ടികൾക്കൊക്കെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ ഇല്ലാത്ത കുട്ടികൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ മാൻഡേറ്ററി ഫീ കിട്ടിയ കുട്ടികൾ എന്തായാലും മാൻഡേറ്ററി ഫീ അടക്കൽ നിർബന്ധമാണ്. അപ്പോൾ മാൻഡേറ്ററി ഫീ അടക്കുന്നതിൻ്റെ ലിങ്ക് 29/6/2023 നിങ്ങൾക്ക് മാൻഡേറ്ററി ഫീ അടക്കാനുള്ള ഇതുണ്ടാകും. അപ്പോൾ 5 മണിക്കുള്ളിൽ മാൻഡേറ്ററി ഫീ അടച്ചിട്ട് നിങ്ങൾ അഡ്മിഷന് ഉറപ്പാക്കുക. ഓക്കെ. പിന്നെ പേയ്മെൻറ്റ് അപ്ഡേഷന് പരാജയ സാധ്യത കൂടുതലുള്ളതിനാൽ പറഞ്ഞിട്ടുള്ളത് UPI പേയ്മെൻറ്റുകൾക്ക് പകരം നെറ്റ് ബാങ്കിങ് സംവിധാനം പരമാവധി ഉപയോഗിക്കുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 29/6/2023 വൈകിട്ട് 5 മണിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഈ മാൻഡേറ്ററി ഫീ അടക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടമാകും. പിന്നെ തുടർന്ന് അങ്ങോട്ടുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റിലൊന്നും നിങ്ങളുടെ പേര് പരിഗണിക്കില്ല. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടിയ കോളേജ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജാണ്, അവിടെയാണ് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ തുടർന്ന് അങ്ങോട്ടുള്ള നിങ്ങൾ അതിൻ്റെ ഹയർ ഓപ്ഷനൊക്കെ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 24/6/2023 മുതൽ 29/6/2023 വരെ വൈകിട്ട് 5 മണി വരെയാണ് എഡിറ്റിങ്ങിൻ്റെ സൗകര്യം ഉള്ളത്. അപ്പോൾ ഹയർ ഓപ്ഷന് ക്യാൻസൽ ചെയ്യുന്നവർ അത് നിർബന്ധമായിട്ടും ക്യാൻസൽ ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജല്ല, നിങ്ങൾക്ക് മറ്റൊരു കോളേജിലാണ്, ഇതിനെക്കാട്ടിയും ഹയർ ഓപ്ഷൻ കൊടുത്ത കോളേജിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഹയർ ഓപ്ഷൻ ഒന്നും ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ മാൻഡേറ്ററി ഫീ അടച്ച് അഡ്മിഷൻ എടുക്കുക. നെക്സ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അതിൻ്റെ ഹയറിലുള്ള ഓപ്ഷനിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചേക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ട കോളേജിലാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ അവിടെ അഡ്മിഷൻ എടുക്കുക, ഹയർ ഓപ്ഷന് ക്യാൻസൽ ചെയ്യുക. ഇനി ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത അലോട്ട്മെൻറ്റ് വേറെ എവിടെയെങ്കിലും കിട്ടും. അപ്പോൾ അവിടെ എന്തായാലും നിർബന്ധമായിട്ട് പോയി ചേരേണ്ടി വരും. ഓക്കെ. അപ്പോൾ ഇഷ്ടപ്പെട്ട കോളേജിൽ കിട്ടിയവർ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്ത് അവിടെ തന്നെ എടുക്കുക. ഇനി അതെല്ലാം നിങ്ങൾ ഇഷ്ടപ്പെടാത്ത കോളേജിലാണെങ്കിൽ അതിനെക്കാട്ടി കൊടുക്കും നല്ല കോളേജ് നിങ്ങളുടെ മുന്നിലുണ്ട് എങ്കിൽ നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പുതുക്കിയ ആ ഒരു എഡിറ്റ് ചെയ്തിട്ടുള്ള പ്രിൻ്റ് ഔട്ട് നിങ്ങൾ സൂക്ഷിക്കുക. സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമേ വിദ്യാർത്ഥികൾ കോളേജുകളിൽ പ്രവേശനം നേടേണ്ടത് ആവശ്യമുള്ളൂ. അപ്പോൾ പെർമനൻറ്റ് ഫീസ് അടച്ചിട്ട് അല്ലെങ്കിൽ മാൻഡേറ്ററി ഫീ അടച്ചിട്ട് അഡ്മിഷൻ എടുക്കുക. കറക്റ്റായിട്ട് മീൻസ് പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷമാണ്. പിന്നെ കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ കൊടുത്ത കുട്ടികൾ, അപ്പോൾ എയ്ഡഡ് കോളേജിലെ കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് അപേക്ഷിച്ച വിദ്യാർത്ഥികൾ എയ്ഡഡ് പ്രോഗ്രാമുകളിലെ കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതിനായിട്ടുള്ള ഓൺലൈൻ റിപ്പോർട്ടിംഗ് സൗകര്യം 24/6/2023 മുതൽ 28/6/2023 വരെ, അപ്പോൾ 24 തീയതി മുതൽ 28 തീയതി വരെ സ്റ്റുഡൻസ് ലോഗിനിൽ ലഭ്യമാണ്. അപ്പോൾ അതിൽ പോയിട്ട് നിങ്ങൾ അതിന് അപ്ലൈ ചെയ്യുക. ഇപ്രകാരം റിപ്പോർട്ട് ചെയ്ത വിദ്യാർത്ഥികളെ മാത്രമേ, കമ്മ്യൂണിറ്റി കോട്ടയിൽ പോയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ അവരുടെ ആ കമ്മ്യൂണിറ്റി ബേസിലുള്ള കോളേജുകളിൽ എയ്ഡഡ് കോളേജുകളിലേക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. അപ്പോൾ കമ്മ്യൂണിറ്റി കോട്ട പ്രവേശനത്തിന് പരിഗണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഇഷ്ടപ്പെട്ട കോളേജാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ അത് ഓപ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് എയ്ഡഡ് കോളേജിൽ പല എയ്ഡഡ് കോളേജിലും കമ്മ്യൂണിറ്റി കോട്ട ഉണ്ടാകും. അപ്പോൾ അതിലേക്ക് അപേക്ഷിച്ചാൽ മാത്രമേ കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ കിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അഡ്മിഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അറിയുന്ന സംശയങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇന്നലെ വന്നു. അപ്പോൾ പല വിദ്യാർത്ഥികളും ഇന്നലെ പോയി ചേർന്നിട്ടുണ്ടാകും. ഇനി ഇന്നലെ ചേരാത്തവർ നാളെ തിങ്കളാഴ്ച ചൊവ്വാഴ്ചയൊക്കെ ആയിട്ട് ചേർന്നിട്ട് അത് പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുത്തിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ വെയിറ്റ് ചെയ്യാം. ഓക്കെ.